വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജി ചാപ്റ്ററാണ്. ബയോളജി 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ജീവികളിലെ രാസസംവേദനം എന്നാണ്. ബാക്കി 3 ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലെ പകുതി ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സസ്യ ഹോർമോൺസിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഏത് ഗ്രന്ഥിയാണ്, തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണം അല്ലേ, ഷുഗർ, നമ്മൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു. മെറ്റാബോളിസം നിയന്ത്രണം എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാൽസ്യം അല്ലേ, കാൽസ്യത്തിൻ്റെ ക്രമീകരണവും പറഞ്ഞു. അപ്പോൾ ഇനി ബാക്കി വരുന്ന ഗ്രന്ഥികളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സുകൾ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. PSCക്ക് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. PSC റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പറയുന്നുണ്ട് അതിലൂടെ തന്നെ. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ട്, ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, കറക്റ്റായിട്ട് അതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്തായിരുന്നു? ജീവികളിലെ രാസസംവേദനം എന്നായിരുന്നു. അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യുക. അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പത്തറ്റിക് വ്യവസ്ഥയാണ് അല്ലേ. സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൃദയമിടിപ്പ് കൂടും, അതുപോലെ തന്നെ കൺപേശികളെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കൺപേശി, അതുപോലെ തന്നെ ഡയഫ്രം എന്താണ് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ഒരു ക്ലാസ് കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. സിമ്പത്തറ്റിക് വ്യവസ്ഥയോടൊപ്പം ചേർന്ന് അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗമായ അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് സിമ്പത്തറ്റിക് വ്യവസ്ഥ നടക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് നമുക്കൊരു പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊപ്പം തന്നെ എന്തുണ്ടാവും? ഏത് ഗ്രന്ഥിയാണ് അവിടെ വരുന്നത്? ഏത് ഗ്രന്ഥിയാണ്? അഡ്രിനൽ ഗ്രന്ഥി അല്ലേ. അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോൺസും കൂടിയുണ്ട്. നോക്കിയേ എന്തൊക്കെയായിരുന്നു മാറ്റങ്ങൾ? ഓർമ്മയുണ്ട്. എന്തൊക്കെയായിരുന്നു? ഹൃദയമിടിപ്പ് കൂടുന്നു. പിന്നെ എന്തൊക്കെയാണ്? രക്തസമ്മർദ്ദത്തിൽ എന്ത് സംഭവിക്കും? രക്തസമ്മർദ്ദം എന്തെയും കൂടും. രക്തസമ്മർദ്ദം കൂടും. പിന്നെ ശ്വാസഗതി കൂടും അല്ലേ. നിരക്ക് കൂടും അല്ലേ. ശ്വാസഗതി കൂടും. അതുപോലെ തന്നെ കണ്ണിലെ കൃഷ്ണമണിക്ക് എന്താണ്? വികസിക്കുകയാണ്, ചുരുങ്ങാണ് ചെയ്യുന്നത്. വികസിക്കല്ലേ ചെയ്യുന്നത്. കൃഷ്ണമണി എന്താണ് ചെയ്യുന്നത്? വികസിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. കൃഷ്ണമണി വികസിക്കുന്നു. ഓക്കെ, കൃഷ്ണമണി വികസിക്കുന്നു. പിന്നെ രോമകൂപങ്ങൾ ഉയരുന്നു. രോമങ്ങളൊക്കെ ഉയരുന്നതായിട്ട് നമുക്ക് തോന്നാം. അതുപോലെ തന്നെ ദഹനം എന്താണ്? സ്പീഡാണോ സ്ലോ ആണോ? സ്ലോയിലാണ് നടക്കുക. ദഹനം എന്താണ്? മന്ദഗതിയിലാണ് നടക്കുക കേട്ടോ. ദഹനം എന്ന് പറയുന്നത് എന്താണ്? മന്ദഗതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സിമ്പത്തിക് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഹൃദയമിടിപ്പ് കൂടും, സമ്മർദ്ദം കൂടും, ശ്വാസഗതി കൂടും, കണ്ണിലെ കൃഷ്ണമണി വികസിക്കും, രോമകൂപങ്ങൾ ഉയരും, ദഹനം മന്ദഗതിയിലാകും. ഇനി അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ ഒരു സൈഡിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിയേ, ഈ ഒരു ഭാഗം വായിച്ചോളോ, ആൻസർ പറഞ്ഞോളോ എന്നുണ്ട് കുറേ കമൻസ് കണ്ടു. അത് കാരണമാണ് നമ്മൾ അതും കൂടി നോക്കിയിട്ട് പോകുന്നത് കേട്ടോ. അടിയന്തര ഘട്ടങ്ങളിലെ ശാരീരിക മാറ്റങ്ങളെ നിയന്ത്രിക്കാൻ സിമ്പത്തറ്റിക് വ്യവസ്ഥയുള്ളപ്പോൾ ഹോർമോണുകളുടെ ആവശ്യകത എന്താണ്? കണ്ടെത്തും. അതായത് അടിയന്തര ഘട്ടങ്ങളിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോൺസും കൂടിയും ഇതിനെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തിനാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥയോടൊപ്പം ഇങ്ങനെ ചില ഗ്രന്ഥികളൊക്കെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ശരീരത്തെ അതിവേഗം പ്രതികരിക്കാൻ സഹായിക്കുന്നതിനാണ് ഹോർമോണുകൾ ആവശ്യമായിട്ട് വരുന്നത്. നല്ല സ്പീഡിൽ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? ഹോർമോണുകളുടെ ആവശ്യം വരുന്നത്. സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾ കൂടി പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിന് കൂടുതൽ ഊർജ്ജവും പ്രതിരോധ ശേഷിയും ലഭിക്കുന്നു. അതായത് സിമ്പത്തറ്റിക് വ്യവസ്ഥ ഓൾറെഡി അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും തന്നെ അഡ്രിനൽ ഗ്രന്ഥി ആയിട്ടുള്ള എന്താണ് പറയുന്നത്? അഡ്രിനാലിനും നോർ അഡ്രിനാലിനും അല്ലേ. അഡ്രിനാലിനും നോർ അഡ്രിനാലിനും കൂടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് എന്താണ്? കൂടുതൽ ഊർജ്ജവും ലഭിക്കും, പ്രതിരോധ ശേഷിയും ലഭിക്കും. ഇത് അപകടകരമായ സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്നു. അപകടകരമായ സാഹചര്യങ്ങളെ
പ്രവർത്തനങ്ങളെ നേരിടാൻ ഇത് ശരീരത്തെ സജ്ജമാക്കുന്നു. അതുകൊണ്ട് സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നതിന് എന്താവശ്യമാണ്? ഹോർമോണുകൾ ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ശക്തമാക്കുന്നതിന് അല്ലെങ്കിൽ വേഗത്തിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഹോർമോൺസിൻ്റെ ആവശ്യം വരുന്നത്. കൂടുതൽ ഊർജ്ജം ലഭിക്കും, പ്രതിരോധ ശേഷി ലഭിക്കും, അതുപോലെ തന്നെ നല്ല സ്പീഡിൽ കാര്യങ്ങൾ നടക്കും, അതുപോലെ തന്നെ എന്താണ് കൂടുതൽ ശക്തമാകും അല്ലേ. അതിനൊക്കെയാണ് ഈ ഹോർമോണുകളുടെ ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് അഡ്രിനൽ ഗ്രന്ഥിയുടെ ഘടന തന്നിട്ടുണ്ട് അല്ലേ. അവിടെ ഇതാണ് നമ്മുടെ വൃക്ക എന്ന് പറയുന്നത്. വൃക്കയുടെ മുകളിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? അഡ്രിനൽ ഗ്രന്ഥി കാണപ്പെടുന്നത്. ആ ഒരു ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് വൃക്കയാണ്. നമുക്കറിയാം വൃക്കയിൽ എന്തുണ്ട്? മെഡുല കോർട്ടെക്സ് ഒക്കെ ഉണ്ടെന്ന് അറിയാലോ അല്ലേ. അഡ്രിനൽ ഗ്രന്ഥിയുടെ ആന്തരഭാഗമായ മെഡുല്ല, എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്നീ ഹോർമോണുകളെ സ്രവിക്കുന്നു. അപ്പോൾ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഒരു ആന്തരഭാഗമാണ് എന്ന് പറയുന്നത് മെഡുല എന്ന് പറയുന്നത്. ഈ മെഡുലയാണ് എപ്പിനെഫ്രിന്, നോർ എപ്പിനെഫ്രിൻ എന്നീ ഹോർമോണുകളെ സ്രവിക്കുന്നത്. അപ്പം മെഡുല എന്ന് പറയുന്നത് അഡ്രിനൽ ഗ്രന്ഥിയുടെ ഒരു ഭാഗമാണ് അല്ലേ. അഡ്രിനൽ ഗ്രന്ഥിയുടെ എന്താണ്? ആന്തരഭാഗമാണ് ഈ മെഡുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഡുലയാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഏതൊക്കെ ഹോർമോൺസ് ആണ് പറഞ്ഞത്? എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും അല്ലേ. എപ്പിനെഫ്രിൻ ഉണ്ട്, അതുപോലെ തന്നെ നോർ എപ്പിനെഫ്രിൻ ഉണ്ട്. നോർ എപ്പിനെഫ്രിൻ ഉണ്ട്. ഇത് രണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന മെഡുല്ലയാണ്. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുക. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുക. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുക. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുക. ഹൃദയം, പേശികൾ എന്നിവയിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുക. ഹൃദയം, പേശികൾ എന്നിവയിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുക. ത്വക്കിലേക്കും ദഹന അവയവങ്ങളിലേക്കുമുള്ള രക്തപ്രവാഹം കുറയ്ക്കുക തുടങ്ങിയ ശാരീരിക മാറ്റങ്ങളിലൂടെ ഈ ഹോർമോണുകൾ സിമ്പത്തറ്റിക് വ്യവസ്ഥയോട് ചേർന്ന അടിയന്തര ഘട്ടത്തെ നേരിടാൻ ശരീരത്തെ സുസജ്ജമാക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുക, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുക, ഹൃദയം, പേശികൾ എന്നിവയിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുക, ത്വക്കിലേക്കും ദഹന അവയവങ്ങളിലേക്കുമുള്ള രക്തപ്രവാഹം കുറയ്ക്കുക തുടങ്ങിയ ശാരീരിക മാറ്റങ്ങളിലൂടെ ഈ ഹോർമോണുകൾ സിമ്പത്തറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് അടിയന്തര ഘട്ടത്തെ നേരിടാൻ ശരീരത്തെ സുസജ്ജമാക്കുന്നു. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിക്കും, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും, രക്തപ്രവാഹം, ഹൃദയം, പേശികൾ എന്നിവയിലുള്ള രക്തപ്രവാഹം കൂടും. ത്വക്കിലും ദഹന അവയവങ്ങളിലേക്കാണെങ്കിൽ രക്തപ്രവാഹം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ കൂട്ടാണ് ചെയ്യുന്നത്. നോക്കി വയ്ക്കുക. ത്വക്കിലേക്കും അതുപോലെ തന്നെ ദഹന അവയവങ്ങളിലേക്കുമാണെങ്കിൽ രക്തപ്രവാഹം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ്, ഹൃദയം, പേശികൾ എന്നിവയിലേക്കുള്ള രക്തപ്രവാഹം എന്നിവയൊക്കെ കൂട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു മെഡുല എന്ന് പറയുന്നതിന് എന്താണുള്ളത്? രണ്ട് ഹോർമോൺസ് ആണ് പുറപ്പെടുവിക്കുന്നതെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഇനി അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മിനറലോകോർട്ടിക്കോയിഡ്, ഗൊണാഡോകോർട്ടിക്കോയിഡ് എന്നീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിവിധ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. അതിനാൽ ഇവ കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എന്നറിയപ്പെടുന്നു. അതായത് നമ്മൾ പറഞ്ഞു മെഡുലയിലാണെങ്കിൽ എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും ആയിരുന്നു അല്ലേ. എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനാണ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അഡ്രിനൽ ഗ്രന്ഥിയുടെ വേറൊരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു കോർട്ടെക്സ് എന്ന് പറഞ്ഞതിൽ. മെഡുലയും കോർട്ടെക്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ കോർട്ടെക്സ് പുറപ്പെടുവിക്കുന്നത് ഏതൊക്കെയാണ്? കോർട്ടെക്സ് പുറപ്പെടുവിക്കുന്ന കുറച്ച് ഹോർമോണുകളാണ്. കോർട്ടിക്കോയിഡ് എന്നാണ് കൂടുതലായിട്ട് ആ വേർഡിൽ വരുന്നത്. നോക്കിയൊക്കെ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മിനറലോകോർട്ടിക്കോയിഡ്, ഗൊണാഡോകോർട്ടിക്കോയിഡ് അല്ലേ. കോർട്ടിക്കോയിഡുകൾ അതിനാൽ തന്നെ ഇവയെ എന്ന് വിളിക്കുന്നു? കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എന്നറിയപ്പെടുന്നു. കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എന്നറിയപ്പെടുന്നു. കോർട്ടെക്സ് പുറപ്പെടുവിക്കുന്നതാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മിനറലോകോർട്ടിക്കോയിഡ്, ഗൊണാഡോകോർട്ടിക്കോയിഡ് എന്നിവ. അപ്പോൾ ഇതിനാൽ ഇവയെ എന്ന് വിളിക്കുന്നു? കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എന്ന് വിളിക്കുന്നു. ഇനി നോക്കി, കോർട്ടെക്സ് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളും അവയുടെ ധർമ്മവും നമുക്ക് തന്നിട്ടുണ്ട്. നോക്കാം. ഈ കോർട്ടെക്സ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കോർട്ടെക്സ് പുറപ്പെടുവിക്കുന്ന ചില ഹോർമോൺസുകൾ നമ്മൾ പറഞ്ഞു. കോർട്ടെക്സ് എന്ത് പുറപ്പെടുവിക്കുന്നുണ്ട്? കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ പുറപ്പെടുവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കോർട്ടിക്കോസ്റ്റിറോയിഡുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് തന്നെയാണ് ഈ കോർട്ടിസോള്, അൽഡോസ്റ്റിറോൺ, ആൻഡ്രോജനുകൾ എന്നിവ. ഏതൊക്കെയാണ്? കോർട്ടിസോള്,
കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, പിന്നെ എന്താണ് ആൻഡ്രോജനുകൾ എന്നിവ. ഓക്കെ, അപ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൂക്കോസിന്റെ ആന്തര സമസ്ഥിതി നിലനിർത്തുന്നു, പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു, ശരീരത്തിന്റെ വീക്കം, അലർജി എന്നിവ പ്രതിരോധിക്കുന്നു. ഗ്ലൂക്കോസിന്റെ ആന്തര സമസ്ഥിതി നിലനിർത്തുന്നു, പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു, ശരീരത്തിന്റെ വീക്കം, അലർജി എന്നിവ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്ന ആരെ? കോർട്ടിസോൾ ചെയ്യുന്നത്. ഇനി അൽഡോസ്റ്റിറോൺ ആണെങ്കിലോ, അൽഡോസ്റ്റിറോൺ കേട്ടിട്ടുണ്ടാവുമല്ലോ, ശരീരത്തിലെ ലവണ സന്തുലനത്തിനെ സഹായിക്കുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് PSCയിൽ കേട്ടോ. അപ്പോൾ ശരീരത്തിലെ ലവണ സന്തുലനത്തിനെ സഹായിക്കുന്നതും രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ആരാണ്? അൽഡോസ്റ്റിറോൺ ആണ്, അല്ലേ? അൽഡോസ്റ്റിറോൺ ആണ്. ഇനി ആൻഡ്രോജനുകൾ എന്താണ് ചെയ്യുന്നത്? ആൻഡ്രോജനുകൾ ലൈംഗിക വളർച്ചയെയും ലൈംഗിക സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നു. ലൈംഗിക വളർച്ചയെയും ലൈംഗിക സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്ന ആരാണ്? ആൻഡ്രോജനുകളാണ്. അപ്പോൾ കോർട്ടിക്സ് എന്ന് പറയുന്നത് എന്താണ് പുറപ്പെടുവിക്കുന്നത്? കോർട്ടിക്കോസ്റ്റിറോയിഡ് എന്ന് പറയുന്ന ഹോർമോൺസ് പുറപ്പെടുവിക്കുന്നുണ്ട്. ആ ഹോർമോണുകളാണ് എന്തൊക്കെ കോർട്ടിക്കോയിഡ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്, മിനറലോ കോർട്ടിക്കോയിഡ്, ഗൊണോഡോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എന്ന് പറയുന്നത്. ഇനി ഈ കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ പുറപ്പെടുവിക്കുന്നതാണ് കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, ആൻഡ്രോജനുകൾ. ഇതിൽ കോർട്ടിസോൾ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിന്റെ ആന്തര സമസ്ഥിതി നിലനിർത്തുന്നു, പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു, ശരീരത്തിന്റെ വീക്കം, അലർജി എന്നിവ പ്രതിരോധിക്കുന്നു. ഗ്ലൂക്കോസിന്റെ ആന്തര സമസ്ഥിതി നിലനിർത്തുന്നു, പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു, ശരീരത്തിന്റെ വീക്കം, അലർജി എന്നിവ പ്രതിരോധിക്കുന്നു. അൽഡോസ്റ്റിറോൺ ആണെങ്കിലോ ശരീരത്തിലെ ലവണ സന്തുലനത്തിന് സഹായിക്കുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ഇനി ആൻഡ്രോജനുകളോ ലൈംഗിക വളർച്ചയെയും ലൈംഗിക സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നു. ക്ലിയർ ആയല്ലോ? കോർട്ടിസോൾ ഗ്ലൂക്കോസിന്റെ ആന്തര സമസ്ഥിതി നിലനിർത്തുന്നു, പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു, ശരീരത്തിന്റെ വീക്കം, അലർജി എന്നിവയെ പ്രതിരോധിക്കുന്നു. അപ്പോൾ പ്രതിരോധമാണ് കൂടുതലായിട്ട് വരുന്നുണ്ട് അല്ലേ? കോർട്ടിസോൾ ആണെങ്കിൽ കൂടുതൽ പ്രതിരോധം വരുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രതിരോധ പ്രവർത്തനങ്ങളെ സജ്ജമാക്കുന്നുണ്ട്. അപ്പോൾ ഈ ശരീരത്തിലെ വീക്കം, അലർജി എന്നിവയെ പ്രതിരോധിക്കുന്നുണ്ട്. പിന്നെ ഗ്ലൂക്കോസിന്റെ ആന്തര സമസ്ഥിതി നിലനിർത്തുന്നുണ്ട്. ആൽഡോസ്റ്റിറോൺ ആണെങ്കിൽ ലവണവുമായി ബന്ധപ്പെട്ടതാണ്, ശരീരത്തിലെ ലവണ സന്തുലനത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതിനായിട്ടും സഹായിക്കുന്നുണ്ട്. അവിടെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ലവണ സന്തുലനമാണെങ്കിലും അതുപോലെ തന്നെ രക്തസമ്മർദ്ദമാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് അൽഡോസ്റ്റിറോണിനാണ്. ഇനി ആൻഡ്രോജനുകളാണെങ്കിലോ ലൈംഗിക വളർച്ചയെയും ലൈംഗിക സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട്. ഇനി ഉറക്കവും ഉണരലും വേറൊരു ഗ്രന്ഥിയാണ് പറയുന്നത്. മസ്തിഷ്കത്തിൽ തലാമസിന് സമീപം സ്ഥിതി ചെയ്യുന്ന പീനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലേ? മസ്തിഷ്കത്തിൻ്റെ തലാമസ് അറിയാലോ അല്ലേ? അപ്പോൾ തലാമസിന് സമീപമാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പീനിയൽ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. അപ്പോൾ പീനിയൽ ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നു, അല്ലേ? ഇപ്പം നമുക്ക് PSC ചോദിക്കാറുണ്ട്, ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിനാണ്. മെലാറ്റോണിൻ എന്താണ് ചെയ്യുന്നത്? ഉറക്കത്തിൻ്റെയും ഉറക്കം, ഉണരലിനെയൊക്കെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്. ഇവിടെ നോക്കി ഗ്രാഫ് വിശകലനം ചെയ്തിട്ട് മെലാറ്റോണിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലും ഉറക്കവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയൊക്കെ ഇവിടെ നമുക്ക് സമയം തന്നിട്ടുണ്ട്. സൈഡിലാണെങ്കിൽ എന്താണ്? ഹോർമോണിൻ്റെ അളവ് എന്ന് പറയുന്നതും തന്നിട്ടുണ്ട് അല്ലേ? ഹോർമോണിൻ്റെ അളവ് അളക്കുന്നത് എങ്ങനെയാണ്? പൈക്കോഗ്രാം അല്ലേ? പൈക്കോഗ്രാം പെർ മില്ലിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് നോക്കിക്കേ, 12 മണിയായപ്പോൾ മെലാറ്റോണിൻ്റെ അല്ലേ, അതായത് ഹോർമോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 10 ആയിരുന്നു. അപ്പോൾ എന്താണ് ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ അത് കുറവാണ് അല്ലേ കാണിച്ചിരിക്കുന്നത്. പിന്നീട് 4 മണിയായപ്പോൾ അങ്ങനെ വ്യത്യാസം വരുന്നത് കണ്ടോ? കൂടി വരുന്നുണ്ട് അല്ലേ? ഹോർമോണിൻ്റെ അളവ് കൂടി വന്ന് 8 മണി രാവിലെ ആയപ്പോൾ എന്താ സംഭവിച്ചു നോക്കിയൊക്കെ? ഇത് കൂടിയ സമയത്ത് നമ്മൾ ഉറങ്ങേണ്ട സമയമായിരിക്കും അല്ലേ? മെലാറ്റോണിൻ എന്ന് പറയുന്നത് കൂടിയ സമയത്ത്, കൂടുതലുള്ള സമയത്ത് എന്താണ്? നമ്മൾ ഉറങ്ങുന്ന സമയമായി അല്ലേ? 8 മണി നോക്കി കൂടി വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് കുറഞ്ഞ് 8 മണി ആയപ്പോഴേക്കും, രാവിലെ 8 മണി ആകുമ്പോഴേക്കും അല്ലേ, 4 മണിക്ക് ശേഷം അതെന്താണ്? കുറഞ്ഞ് പിന്നെ വന്നു അല്ലേ? കുറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഗ്രാഫ് വന്നത് അല്ലേ?
ദിവസത്തിലെ 24 മണിക്കൂർ നീളുന്ന കൃത്യമായ ഇടവേളകളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മെലാറ്റോണിൻ മുഖ്യ പങ്ക് വഹിക്കുന്നു. അതിനാൽ പീനിയൽ ഗ്രന്ഥി ജൈവഘടികാരം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിലും പറയുന്നുണ്ട് അല്ലേ, ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. ദിവസത്തിലെ 24 മണിക്കൂർ നീളുന്ന കൃത്യമായ ഇടവേളകളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മെലാറ്റോണിൻ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പീനിയൽ ഗ്രന്ഥി എന്നറിയപ്പെടുന്നു, ജൈവഘടികാരം എന്നറിയപ്പെടുന്നു. രാത്രിയിൽ കൂടുതൽ സമയം കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കുന്നത് ഉറക്കം വരാതിരിക്കൽ, തുടർച്ചയായ ഉറക്കം നഷ്ടപ്പെടൽ, പകൽ സമയത്ത് ഉറക്കം വരൽ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് ഇത്തരം ഉപകരണങ്ങളുടെ ഉപയോഗം തീർത്തും ഒഴിവാക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ മസ്തിഷ്കത്തിന് ആവശ്യമായ അളവിൽ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യുള്ളൂ. അതായത് ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്ക്രീൻ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ തന്നെ എന്താണ് ചെയ്യുക, അവിടെ മെലാറ്റോണിൻ്റെ അളവിൽ എവിടെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ നമ്മുടെ ഉറക്കം കുറയാണ് ചെയ്യുക ഇങ്ങനത്തെ എന്താ പറയുക സ്ക്രീൻ കാണുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഉറങ്ങുന്നതിന് കുറച്ച് മുമ്പ് എന്ത് ചെയ്യണം, ഈ സ്ക്രീനൊക്കെ ഓഫാക്കി വെക്കണം എന്ന് പറയുന്നു. നോക്കിയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഉറങ്ങുന്നതിന് ഇരുട്ട് ആവശ്യമാണോ, എന്തുകൊണ്ടാണ്, അത് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങുന്നതിന് എന്താവശ്യമാണ്? ഇരുട്ട് ആവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ സർക്കാഡിയൻ റിതം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആന്തരിക ഘടികാരം ശരിയായി പ്രവർത്തിക്കാൻ ഇരുട്ട് സഹായിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ഘടികാരം ശരിയായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് ഇരുട്ട് സഹായിക്കുന്നുണ്ട്. അതായത് ഇരുട്ടിൽ നമ്മുടെ തലച്ചോറ് മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇരുട്ടിലാണ് ഈ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഏത് സമയത്താണ്? ഇരുട്ടിലാണ് കൂടുതലായിട്ട് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകാശമുള്ള അന്തരീക്ഷത്തിൽ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അതിനാലാണ് സ്ക്രീനൊന്നും കാണരുതെന്ന് പറയുന്നത്. പ്രകാശമുള്ള അന്തരീക്ഷത്തിലാണെങ്കിൽ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറയാണ്. അപ്പോൾ ഇത് ഉറക്കത്തെ തടസ്സപ്പെടുത്തും. അതിനാൽ തന്നെ ഉറക്കത്തിന് എന്താവശ്യമാണ്? ഇരുട്ട് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറ് മെലാറ്റോണിൻ എന്ന ഹോർമോൺ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇരുട്ടിലാണെന്നുണ്ടെങ്കിൽ. അത് ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ സ്ക്രീൻ അല്ലെങ്കിൽ പ്രകാശം കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറയും അല്ലേ. മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു. ഇനി പ്രതിരോധത്തിന് പിന്നിൽ, അപ്പോൾ നമ്മൾ പീനിയൽ ഗ്രന്ഥി കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന തൈമസ് ഗ്രന്ഥി ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ എന്ന ഹോർമോൺ ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായിക്കുന്നു. തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത് എവിടെയാണ്? മാറലിന് പിന്നിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? തൈമസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത് പ്രതിരോധ സംവിധാനത്തിൽ നല്ല പങ്കുണ്ട്. അതായത് ഈ ഗ്രന്ഥി എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? തൈമസ് ഗ്രന്ഥി എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? തൈമോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഹോർമോൺ ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായിക്കുന്നു. ടി ലിംഫോസൈറ്റുകൾ, ഏത് ലിംഫോസൈറ്റാണ്? ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനാണ് എന്ത് സഹായിക്കുന്നത്? തൈമോസിൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോണാണ്? തൈമോസിൻ ഹോർമോൺ. തൈമോസിനെയാണെന്നറിയപ്പെടുന്നത് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? തൈമോസിനാണ്. അതായത് ശൈശവത്തിൻ്റെ അതായത് നമ്മൾ ജനിച്ച ഒരു സമയത്തുണ്ടല്ലോ, ആ സമയത്താണെന്നുണ്ടെങ്കിൽ അതായത് ഭ്രൂണാവസ്ഥയിൽ പ്രവർത്തനം ഇത് തുടങ്ങും. എന്നിട്ട് പ്രായപൂർത്തി ആകുമ്പോൾ ഇത് നിലയ്ക്കും. അതിനാൽ തന്നെ ഇതിനെന്നറിയപ്പെടുന്നു ശൈശവ ഗ്രന്ഥി എന്നാണ് അറിയപ്പെടുന്നത്. ശൈശവ ഗ്രന്ഥി എന്ന് വെച്ചാൽ എന്താണ്? ഭ്രൂണാവസ്ഥയിൽ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ട് പ്രായപൂർത്തിയാകുമ്പോൾ ഈ പ്രവർത്തനം നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇതിനെ നമ്മൾ അറിയപ്പെടുന്നു യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നു. തൈമോസിൻ എന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മാറലിന് പിന്നിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ തൈമോസിൻ ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനും സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയുമാണ്. ഹൈപ്പോതലാമസ് ഗ്രന്ഥിയും പിറ്റ്യൂട്ടറിയും മുഖ്യ നിയന്ത്രണ കേന്ദ്രമാണ്. മാസ്റ്റർ കൺട്രോൾ സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസിനെയും പിറ്റ്യൂട്ടറിയുമാണ്. അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? പിറ്റ്യൂട്ടറിയാണ് അല്ലേ. മിക്ക അന്തസ്രാവി ഗ്രന്ഥികളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. മിക്ക അന്തസ്രാവി ഗ്രന്ഥികളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. സമസ്ഥിതി പാലനത്തിലുള്ള ഹൈപ്പോതലാമസിൻ്റെ പങ്കിനെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഹൈപ്പോതലാമസിൻ്റെ താഴെയായി പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നു. അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഹൈപ്പോതലാമസിൻ്റെ താഴെയായിട്ടാണ്
എന്ത് കാണപ്പെടുന്നത്? പിറ്റ്യൂട്ടറി കാണപ്പെടുന്നത്. ഹൈപ്പോതലാമസിന് താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? പിറ്റ്യൂട്ടറി കാണപ്പെടുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ടോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിച്ചു കൊണ്ടാണ് ഹൈപ്പോതലാമസ് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? കുറച്ച് ടോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ടോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കും. ആരെയും നിയന്ത്രിക്കുന്നു? ഹൈപ്പോതലാമസ് അല്ലേ. അപ്പോൾ ഈ ടോപ്പിക് ഹോർമോൺസ്, അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് ടോപ്പിക് ഹോർമോണുകളുണ്ട്. ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ടോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിച്ചു കൊണ്ടാണ് ഹൈപ്പോതലാമസ് മറ്റുള്ള അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമോൺ ഉൽപ്പാദന പ്രക്രിയയുടെ മുഖ്യ നിയന്ത്രകനാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വേറെയും ജോലി ചെയ്യുന്നുണ്ട്, 2 ജോലി ഒരേ സമയത്ത് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ എന്താണ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ്, ടോപ്പിക് ഹോർമോൺസിനെ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നുണ്ട്. ഹൈപ്പോതലാമസ് എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈപ്പോതലാമസ് ആണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? വാസോപ്രസിനും ഓക്സിറ്റോസിനും ഉൽപ്പാദിപ്പിക്കുന്നത്. വാസോപ്രസിനും ഓക്സിറ്റോസിനും ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നിവ നാഡീതന്തു വഴി പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിലാണ് സംഭരിക്കപ്പെടുന്നത്. ഈ വാസോപ്രസിനും ഓക്സിറ്റോസിനും ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഈ വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എവിടെയാണ് സംഭരിക്കുന്നത്? ഈ പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിലാണല്ലേ. വാസോപ്രസിനും ഓക്സിറ്റോസിനും എന്നിവ നാഡീതന്തു വഴി, ഇതാണ് നാഡീതന്തു എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് ഹൈപ്പോതലാമസ് എവിടെയാണെന്നുണ്ടെങ്കിൽ, ഇതാണ് നാഡി എന്ന് പറയുന്നത്. ഈ നാഡീതന്തു വഴി എവിടേക്ക് വരാണ്? പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിൽ പോയിട്ടാണ് അവിടെ സംഭരിക്കപ്പെടുന്നത്. അപ്പോൾ ഹൈപ്പോതലാമസ് വാസോപ്രസിനും ഓക്സിറ്റോസിനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ വാസോപ്രസിനും ഓക്സിറ്റോസിനും ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നാഡീതന്തു വഴി ഇങ്ങനെ പോയി ഇതാണ് പിറ്റ്യൂട്ടറിയുടെ പിൻതളം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് സംഭരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിറ്റ്യൂട്ടറിയുടെ പിൻതളം അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? വാസോപ്രസിനും ഓക്സിറ്റോസിനും എന്നിവ ആവശ്യഘട്ടങ്ങളിൽ സ്രവിക്കും. വാസോപ്രസിനും ഓക്സിറ്റോസിനും പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിലാണ് സംഭരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അത് പുറപ്പെടുവിക്കാൻ വേണ്ടിയില്ലേ പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിൻ്റെ അപ്പോൾ ധർമ്മം എന്ന് പറയുമ്പോൾ എന്താണ്? വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നിവ അവശ്യഘട്ടങ്ങളിൽ സ്രവിക്കുക എന്ന് പറയുന്നതാണ്. ഇനി വാസോപ്രസിൻ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗിരണം നടത്തുന്നു. അപ്പോൾ വാസോപ്രസിൻ എന്ന് പറയുന്ന പ്രധാന ധർമ്മം എന്താണ്? വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണം നടത്തുന്നതിനായിട്ടാണ് വാസോപ്രസിൻ സഹായിക്കുന്നത്. അപ്പോൾ വാസോപ്രസിൻ എന്തിനാണ്? വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിനാണ് സഹായിക്കുന്നത്. വാസോപ്രസിൻ എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഓക്സിറ്റോസിൻ എന്തിനാണ്? ഓക്സിറ്റോസിൻ എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിനാണ്. പാൽ ചുരത്താൻ സഹായിക്കുന്ന ഓക്സിറ്റോസിനാണ്. അതുപോലെ തന്നെ മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്ന ഏതാണ്? ഓക്സിറ്റോസിനാണ്. മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നതാണ് ഓക്സിറ്റോസിനാണ്. പിന്നെ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? പാൽ ചുരത്തുന്നതിനായിട്ടാണ് ഓക്സിറ്റോസിൻ സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? പ്രൊലാക്റ്റിനാണ്. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? പ്രൊലാക്റ്റിനാണ്. അപ്പോൾ അത് പിറ്റ്യൂട്ടറിയുടെ മുൻതളം പുറപ്പെടുവിക്കുന്ന കുറച്ച് ഹോർമോൺസിലാണ് പറയുന്നത്. അപ്പോൾ ഇത് പാൽ ചുരത്തുന്നതുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് മാത്രം. അപ്പോൾ ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? വാസോപ്രസിനും ഓക്സിറ്റോസിനാണ്. ഈ വാസോപ്രസിനും ഓക്സിറ്റോസിനും ഒരു നാഡി വഴി എവിടേക്ക് പോകുന്നുണ്ട്? പിറ്റ്യൂട്ടറിയുടെ ഏത് ഭാഗത്തേക്കാണ്? പിൻതളത്തിലാണോ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വരാണെന്നുണ്ടെങ്കിൽ അത് ഈ പിറ്റ്യൂട്ടറിയുടെ പിൻതളമാണ് അത് സ്രവിക്കപ്പെടുന്നത് അല്ലേ. പിന്നെ ഈ വാസോപ്രസിൻ ഇതിനെ സഹായിക്കുന്നുണ്ട്, വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് പാൽ ചുരത്താനും സഹായിക്കുന്നുണ്ട്, മിനുസപേശികളുടെ സങ്കോചത്തിനും സഹായിക്കുന്നുണ്ട്. എന്താണ് ന്യൂറോ സെക്രീറ്ററി കോശങ്ങൾ എന്ന് വെച്ചാൽ? ന്യൂറോ സെക്രീറ്ററി കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിങ് ഹോർമോണുകളും
ഇൻഹിബിറ്ററി ഹോർമോണുകളും പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലേക്ക് എത്തുന്നു. അപ്പോൾ പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലേക്ക് എത്തുന്ന ഹോർമോൺസ് ആണ് എന്ന് പറയുന്നത് റിലീസിങ് ഹോർമോൺ, ഇൻഹിബിറ്ററി ഹോർമോൺ ഒക്കെ. അപ്പോൾ ഈ റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ന്യൂറോ സെക്രീറ്ററി കോശങ്ങളാണ്. അപ്പോൾ ന്യൂറോ സെക്രീറ്ററി കോശങ്ങൾ റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് എവിടേക്കാണ് എത്തുന്നത്? പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലേക്കാണ് എത്തുന്നത്. പിറ്റ്യൂട്ടറിയുടെ മുൻതളം എന്ന് പറയുന്നത് ഇതാണ് പിറ്റ്യൂട്ടറിയുടെ മുൻതളം എന്ന് പറയുന്നത്. അവിടേക്കാണ് എത്തുന്നത്. റിലീസിങ് ഹോർമോണുകൾ പോർട്ടൽ സിര വഴി മുൻതളത്തിലെത്തി ട്രോപ്പിക് ഹോർമോൺ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ട്രോപ്പിക് ഹോർമോണിനെ കുറിച്ചിട്ടില്ലേ? അപ്പോൾ ഏതാണ് ഈ ട്രോപ്പിക് ഹോർമോൺ എന്ന് വെച്ചാൽ എവിടെയാണ് നമ്മൾ പറഞ്ഞത് ട്രോപ്പിക് ഹോർമോണിനെ കുറിച്ചിട്ട്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ. അപ്പോൾ ട്രോപ്പിക് ഹോർമോണുകൾ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പിറ്റ്യൂട്ടറിയുടെ മുൻതളമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ റിലീസിങ് ഹോർമോണുകൾ എന്താണ് ചെയ്യുന്നത്? പോർട്ടൽ സിര വഴി മുൻതളത്തിലെത്തി. പോർട്ടൽ സിര എന്ന് പറയുന്നത് ഇതാണ് പോർട്ടൽ സിര എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ നമുക്ക് കാണിച്ചിട്ടില്ലേ പിങ്ക് കളറിൽ? ഇതാണ് പോർട്ടൽ സിര എന്ന് പറയുന്നത്. കാണുന്നുണ്ടോ? പോർട്ടൽ സിര. ഈ പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് പോർട്ടൽ സിര. ഈ പോർട്ടൽ സിര വഴി എവിടേക്ക് വരാണ്? പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലേക്ക് വരാണ്. പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലേക്ക് വരാണ്. എന്നിട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ട്രോപ്പിക് ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ട്രോപ്പിക് ഹോർമോൺ എവിടെയാണ്? പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് വഴിയാണ് എത്തുന്നത്? പോർട്ടൽ സിര വഴിയാണ് എത്തുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ട്രോപ്പിക് ഹോർമോണുകൾ എന്താണ് ചെയ്യുന്നത്? ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആര്? റിലീസിങ് ഹോർമോണുകൾ. അപ്പോൾ റിലീസിങ് ഹോർമോണുകൾ എന്ത് ചെയ്യുന്നു? റിലീസിങ് ഹോർമോണുകൾ പോർട്ടൽ സിര വഴി വന്ന് മുൻതളത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. എന്നാൽ ഇൻഹിബിറ്ററി ഹോർമോണുകളോ എന്താണ് ചെയ്യുന്നത്? ഇൻഹിബിറ്ററി ഹോർമോണുകളാണെങ്കിൽ അവയുടെ ഉൽപ്പാദനത്തെ തടയാണ് ചെയ്യുന്നത്. ഇൻഹിബിറ്ററി ഹോർമോൺസ് ആണെന്നുണ്ടെങ്കിൽ ഇവയുടെ ഉൽപ്പാദനത്തെ തടയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ന്യൂറോ സെക്രീറ്ററി കോശങ്ങൾ എന്ന് പറയുന്ന ഒരു കോശങ്ങളുണ്ട്. അത് പുറപ്പെടുവിക്കുന്ന 2 ഹോർമോൺസ് ആണ് റിലീസിങ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും. റിലീസിങ് ഹോർമോണുകൾ എന്താ ചെയ്യുന്നത്? റിലീസിങ് ഹോർമോണുകൾ എന്ന് പറയുന്നത് ഈ ട്രോപ്പിക് ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? റിലീസിങ് ഹോർമോണുകൾ ട്രോപ്പിക് ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഹിബിറ്ററി ഹോർമോണുകളാണെന്നുണ്ടെങ്കിലോ ഇവയുടെ ഉൽപ്പാദനത്തെ തടയുകയാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് എത്തുന്നത്? ന്യൂറോ സെക്രീറ്ററി കോശങ്ങൾ എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഒരു ഭാഗത്തായിട്ടാണ് ന്യൂറോ സെക്രീറ്ററി കോശങ്ങൾ നടത്തുക. അപ്പോൾ അതെങ്ങനെയാണ് ഈ മുൻതളത്തിലേക്ക് എത്തുന്നത്? പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? എന്ത് വഴിയാണ്? പോർട്ടൽ സിര വഴിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി പിറ്റ്യൂട്ടറിയുടെ മുൻതളം നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇതാണ് പിറ്റ്യൂട്ടറിയുടെ മുൻതളം എന്ന് പറയുന്നത്. അപ്പോൾ മുൻതളം പിറ്റ്യൂട്ടറി പുറപ്പെടുവിക്കുന്ന കുറച്ച് ഹോർമോൺസ് ആണ് TSH എന്ന് പറയുന്നത്. എന്താണ് TSH എന്ന് വെച്ചാൽ? എന്താണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലേ? തൈറോയിഡ് ഗ്രന്ഥി ഉത്തേജിപ്പിക്കുന്നതിനായിട്ട് TSH പുറപ്പെടുവിക്കുന്നുണ്ട്. ACTH എന്ന് വെച്ചാൽ എന്താണ്? അഡ്രിനൽ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. ACTH എന്താണ് ചെയ്യുന്നത്? അഡ്രിനൽ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുന്നു. GTH ആണെങ്കിലോ ഗൊണാഡോട്രോപിക് ഹോർമോൺ ആണ് GTH എന്ന് പറയുന്നത്. GTH എന്താണ് ചെയ്യുന്നത്? അണ്ഡാശയം, വൃഷ്ണം എന്നിവയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് GTH എന്ന് പറയുന്നത്. സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് എന്താണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് സൊമാറ്റോട്രോപ്പിൻ. ശരീര വളർച്ചയെ സഹായിക്കുന്നത് സൊമാറ്റോട്രോപ്പിൻ ആണ്. പ്രൊലാക്റ്റിൻ എന്താ ചെയ്യുന്നത്? മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പ്രൊലാക്റ്റിൻ ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ളത് പിറ്റ്യൂട്ടറി മുൻതളം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺസ് ഏതൊക്കെയാണ്? സൊമാറ്റോട്രോപ്പിനും പ്രൊലാക്റ്റിനുമാണ്. അതല്ലാതെ തന്നെ പുറപ്പെടുവിക്കുന്ന കുറച്ച് ഹോർമോൺസ് ആണ് TSH, ACTH, GTH. TSH എന്ന് വെച്ചാൽ തൈറോയിഡ് ഗ്രന്ഥി ഉത്തേജിപ്പിക്കും. ACTH ആണെങ്കിൽ എന്താണ്? ACTH ആണെങ്കിൽ അഡ്രിനൽ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കും. GTH ആണെങ്കിലോ അണ്ഡാശയം, വൃഷ്ണം എന്നിവയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഹൈപ്പോതലാമസിലെ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ അല്ലേ നിയന്ത്രിക്കുന്ന ആരാണ്?
പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പരസ്പര സഹകരണം നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞത്, ഈ നമ്മുടെ പിറ്റ്യൂട്ടറിയുടെ മുൻതളം ഉണ്ട്, പിന്തളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ പിന്തളത്തിലാണ് ഈ വാസോപ്രസിനും ഓക്സിറ്റോസിനും ഒക്കെ അല്ലേ, വാസോപ്രസിനും ഓക്സിറ്റോസിനും ഒക്കെ പിന്തളത്തിലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ മുൻതളത്തിലാണ് ഈ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രധാനപ്പെട്ട ഹോർമോൺസായ സൊമാറ്റോട്രോപ്പിനും പ്രൊലാക്റ്റിനും TSHും SCTHും GTHും ഒക്കെ വരുന്നത്. ഇനി വളർച്ചയ്ക്ക് പിന്നിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചാ ഹോർമോൺ വളർച്ചയെ നിയന്ത്രിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്നത് സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് വളർച്ചയെ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണെന്ന് പറഞ്ഞു. മിക്ക ശരീരകോശങ്ങളിലും ക്രമഭംഗം ത്വരിതപ്പെടുത്തിയും കോശവലിപ്പം വർദ്ധിപ്പിച്ചും ശരീര വളർച്ചയ്ക്കിടയാക്കുന്ന ഹോർമോണാണിത്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്നതാണ് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ ആണ്. ഇത് വളർച്ചയെ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിക്ക ശരീരഭാഗങ്ങളിലും ക്രമഭംഗം ത്വരിതപ്പെടുത്തിയും കോശവലിപ്പം വർദ്ധിപ്പിച്ചും ശരീര വളർച്ചയ്ക്കിടയാക്കുന്ന ഹോർമോൺ ആണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ വളർച്ചാ വൈകല്യങ്ങൾക്ക് കാരണമാകുന്നു. എന്തിന് കാരണമാകുന്നു? വളർച്ചാ വൈകല്യങ്ങൾക്ക് കാരണമാകുന്നു. അതായത് നമുക്ക് കുറച്ച് വൈകല്യങ്ങൾ ഉണ്ട്, നോക്കി നോക്കാം. സൊമാറ്റോട്രോപ്പിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന വൈകല്യങ്ങളും കാരണം നമുക്ക് തന്നിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, PSCയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണെന്ന് അറിയുന്നത് കേട്ടോ. നോക്കി ഫസ്റ്റ് എന്താണ്? വാമനത്വം എന്ന് വെച്ചെന്താണ്? വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് വാമനത്വം എന്ന് പറയുന്നത്. വാമനം എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഭയങ്കര ചെറിയ മനുഷ്യൻ എന്നൊക്കെ ആലോചിക്കുക അല്ലേ. ഇപ്പോൾ വാമനത്വം എന്ന് വെച്ചതാണ് സൊമാറ്റോട്രോപ്പിൻ. നോക്കിയതാണ് വാമനത്വം എന്ന് പറയുന്നത്. വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞതിനാലാണ് അവിടെ നിന്ന് സംഭവിച്ചിരിക്കുന്നത് വാമനത്വം സംഭവിച്ചിരിക്കുന്നത്. അതായത് ശരീര വളർച്ച മുരടിക്കുകയാണ്. അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നതാണ് ശരീര വളർച്ച മുരടിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, അക്രോമെഗാലി തന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഭീമാകാരത്തിൽ നോക്കാം. ഭീമാകാരത്തിൽ എന്ന് വെച്ചാൽ എന്താണ്? വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടാണ് ചെയ്യുന്നത്. അങ്ങനെ കൂടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ അമിതമായ ക്ഷീര വളർച്ചയാണ് അല്ലേ. വളർച്ച എല്ലാ ഭാഗവും നന്നായിട്ട് വളരും. അതായത് അമിതമായ ക്ഷീര വളർച്ചയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഭീമാകാരത്തിൽ എന്ന് വെച്ചാൽ എന്താണ്? ഭീമൻ എന്ന് പറയുമ്പോൾ എന്താണ്? വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുതലാണ് ചെയ്യുന്നത് അല്ലേ, കൂടാണ് ചെയ്യുന്നത്. ഇനി അക്രോമെഗാലി എന്ന് വെച്ചാൽ എന്താണ്? അക്രോമെഗാലി എന്ന് വെച്ചാൽ വളർച്ച പൂർത്തിയായ ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടും. നേരത്തെ നമ്മൾ പറഞ്ഞത് വളർച്ചാ കാലഘട്ടത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ് അല്ലേ. വാമനത്വം ഭീമാകാരത്വമൊക്കെ വളർച്ചാ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുന്നതാണ്. ഇത് വളർച്ച പൂർത്തിയായ ശേഷമാണ് അക്രോമെഗാലി എന്ന് പറയുന്ന രോഗം വരുന്നത്. അതായത് വളർച്ച പൂർത്തിയായ ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടാണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈപ്പത്തി, കാൽപാദങ്ങൾ, അതുപോലെ തന്നെ താടിയിൽ എന്നീ ശരീരഭാഗങ്ങളാണ് അമിതമായിട്ട് വളരുക. അക്രോമെഗാലി എന്ന് പറയുമ്പോൾ കൈപ്പത്തി, അതുപോലെ തന്നെ കാൽപാദങ്ങളും താടിയിൽ എന്നിവയാണ് നന്നായിട്ട് വളരുന്നത്. അപ്പം 3 രോഗങ്ങൾ നമ്മൾ പറഞ്ഞു: വാമനത്വം, ഭീമാകാരത്വം, അക്രോമെഗാലി. വാമനത്വം എന്ന് വെച്ചാൽ എന്താണ്? വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയാണ്. അപ്പോൾ ക്ഷീരവളർച്ച എന്ത് സംഭവിക്കും? മുരടിക്കും അല്ലേ. ഭീമാകാരത്വമാണെങ്കിൽ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടാണ്. അപ്പോൾ അവിടെ ക്ഷീരവളർച്ച അമിതമാവായിട്ട് മാറാണ് ചെയ്യുന്നത്. അക്രോമെഗാലി ആണെന്ന് വെച്ചാൽ എന്താണ്? വളർച്ച പൂർത്തിയായ ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടാണ്. അപ്പോൾ കൈപ്പത്തി, കാൽപാദങ്ങൾ, താടിയിൽ എന്നീ ക്ഷീരഭാഗങ്ങൾ അമിതമായിട്ട് വളരാണ് ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ജലസന്തുലനമാണ്. ജലസന്തുലനം നമ്മൾ പറഞ്ഞു, വാസോപ്രസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, ഓക്സിറ്റോസിനെ, വാസോപ്രസിനെ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഈ വാസോപ്രസിൻ എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പറഞ്ഞത് എവിടെയാണ് പറയുന്നത് വാസോപ്രസിനെ കുറിച്ചിട്ട്? വാസോപ്രസിൻ എന്ന് പറയുന്നത് ജലത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നതാണ് വാസോപ്രസിൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് ജലസന്തുലനം നടത്തിയെന്ന് നമുക്ക് നോക്കാം. പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ സംഭരിക്കുന്ന വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോണിൻ്റെ പ്രവർത്തനത്താലാണ് ജലസന്തുലനം നടക്കുന്നത്. അപ്പോൾ പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലും പിന്തളത്തിലൊക്കെ കുറേ ഹോർമോൺസ് സംഭരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലാണ് ഹൈപ്പോതലാമസിൻ്റെ പ്രധാനപ്പെട്ട ഹോർമോൺസ് ആയിട്ടുള്ള ഓക്സിറ്റോസിനും വാസോപ്രസിനൊക്കെ എവിടെയാണ്? പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിലാണ് സംഭരിക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. വാസോപ്രസിൻ നമുക്ക് എന്ന് വിളിക്കാം? ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്ന് വിളിക്കാം, ADH എന്ന് വിളിക്കാം. ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കിയാൽ
ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത് എന്താണ്? ADH ആണ്. ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഏതാണ്? ADH അല്ലെങ്കിൽ വാസോപ്രസിൻ ആണ്. വേനൽക്കാലത്ത് അമിതമായ വിയർപ്പും ചൂടും നിർജ്ജലീകരണത്തിന് കാരണമാകുന്നു. ഇത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് തെറ്റായിട്ട് ശരിയായ പ്രസ്താവനയായിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാം. അതായത് വേനൽക്കാലത്ത് എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്? വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടാണ് ചെയ്യുക. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടാണ് ചെയ്യുക. വേനൽക്കാലത്ത് നന്നായിട്ട് വിയർക്കും അല്ലേ? നന്നായിട്ട് വിയർക്കും. അതുപോലെ തന്നെ ചൂടും ഒക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് നിർജ്ജലീകരണം നടക്കും. അപ്പോൾ ഇവിടെ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? വാസോപ്രസിൻ വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാഗിരണം വർദ്ധിപ്പിക്കും. വാസോപ്രസിൻ വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാഗിരണം വർദ്ധിപ്പിക്കും. തൽഫലമായി മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും ജലനഷ്ടം തടയുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കുറയും. മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കുറയാണ് ചെയ്യുക. അപ്പോൾ ജലനഷ്ടം തടയുകയാണ് അവിടെ ചെയ്യുന്നത്. അതായത് മൂത്രം കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? വേനൽക്കാലത്ത് നന്നായിട്ട് നമ്മൾ വിയർക്കുന്നുണ്ട്, ചൂടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിർജ്ജലീകരണ അവസ്ഥയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? വാസോപ്രസിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. വാസോപ്രസിന് ഈ വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാഗിരണത്തെ വർദ്ധിപ്പിക്കും. അതിനാലാണ് മൂത്രം നന്നായിട്ട് കുറയുന്നതിൽ ആ സമയത്ത് കുറയുന്നുണ്ട്. മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നുണ്ട്. ഇനി ശൈത്യകാലത്താണെങ്കിൽ വിയർപ്പിലൂടെയുള്ള ജലനഷ്ടം കുറവാണ് അല്ലേ? അധികം വിയർക്കുന്നില്ല. അത് കാരണം അവിടെ അധികം ജലം പോകുന്നില്ല. അപ്പോൾ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യും? വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടാണോ കുറയാണ് ചെയ്യുക? വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയാണ് ചെയ്യുക. വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാഗിരണം കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താ പറഞ്ഞത്? അതായത് നമ്മൾ വാസോപ്രസിൻ എന്ന് പറയുന്നത് ജലത്തിൻ്റെ അളവ് കൂട്ടുന്നതിനായിട്ടും കുറയ്ക്കുന്നതിനായിട്ടും നോക്കുന്നുണ്ട് അല്ലേ? അതായത് വേനൽക്കാലത്താണെങ്കിൽ നന്നായിട്ട് നമ്മൾ വയർക്കും. അപ്പോൾ വയർക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ ജലം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ടാവും. അപ്പോൾ കാരണം നിർജ്ജലീകരണമാണ് നടക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അതിനാൽ തന്നെ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടും. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വൃക്കയിൽ നേരം ജലം ഉണ്ടായിരിക്കില്ല. വൃക്കയിലുള്ള ഈ ജലം എന്ന് പറയുന്നത് പുനരാഗിരണം ചെയ്യും. അങ്ങനെ പുനരാഗിരണം ചെയ്യുമ്പോൾ മൂത്രം എന്ന് പറയുന്നത് കുറയും. ഓക്കെ, അത്ര. ഇനി തണുപ്പാണെങ്കിൽ വിയർക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ അത് ജലം ഒന്നും അധികം നഷ്ടം സംഭവിക്കുന്നില്ല. അതിനാൽ തന്നെ എന്ത് സംഭവിക്കും? വൃക്കയിലുള്ള ജലത്തിൻ്റെ പുനരാഗിരണം എന്ത് ചെയ്യും? പുനരാഗിരണം കുറയില്ലേ? പുനരാഗിരണം കുറയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ചില ഹോർമോണുകൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത് ലിസ്റ്റ് ചെയ്യും. ഏതൊക്കെയാണ് പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നത്? ടെസ്റ്റോസ്റ്റിറോൺ അറിയാം, ഈസ്ട്രജൻ അറിയാം, പ്രൊജസ്ട്രോൺ അറിയാം. പിന്നെ നമ്മൾ പഠിച്ചല്ലോ ഓക്സിറ്റോസിൻ പറഞ്ഞല്ലോ. ഓക്സിറ്റോസിൻ ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്നതാണ്. അപ്പോൾ ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് പ്രത്യുൽപാദന ജനനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് പാൽ ചുരുത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് എന്താണ്? മിനുസമുള്ള പേശികളെ സങ്കോചിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി പിന്നെ പ്രൊലാക്റ്റിൻ നമ്മൾ പറഞ്ഞല്ലോ. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് പാലുൽപാദനത്തിന് സഹായിക്കുന്നതാണ്. പ്രൊലാക്റ്റിൻ ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് പുറപ്പെടുവിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഹോർമോൺസ്. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഏത് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്? വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അല്ലേ? വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പുരുഷ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനം, പുംബീജ ഉൽപ്പാദനം, ദ്വിതീയ ലൈംഗിക സവിശേഷതകളുടെ നിയന്ത്രണം. എന്തൊക്കെയാണ്? പുരുഷ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനം, പുംബീജ ഉൽപ്പാദനം, ദ്വിതീയ ലൈംഗിക സവിശേഷതകളുടെ നിയന്ത്രണം എന്നിവയൊക്കെയാണ് സഹായിക്കുന്ന ടെസ്റ്റോസ്റ്റെറോൺ സഹായിക്കുന്നത്. ഇനി ഈസ്ട്രജൻ ആണെങ്കിൽ അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. സ്ത്രീ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനമാണ് ഈസ്ട്രജൻ നടത്തുന്നത്. അതുപോലെ തന്നെ അണ്ഡോൽപാദനം, ആർത്തവ ചക്രം, ദ്വിതീയ ലൈംഗിക സവിശേഷതകളുടെ നിയന്ത്രണം എന്നിവയൊക്കെ എന്താണ്? ഈസ്ട്രജൻ്റെ പ്രധാനപ്പെട്ട ധർമ്മമാണ്. പ്രൊജസ്ട്രോൺ ആണെങ്കിലോ അണ്ഡാശയമാണ് അല്ലേ? അണ്ഡാശയം പുറപ്പെടുവിക്കുന്ന ഹോർമോൺസ് ആണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നതും പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നതും സ്ത്രീലിംഗ അവയവമാണ് അല്ലേ? ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തുന്നതിനായിട്ടാണ് പ്രൊജസ്ട്രോൺ സഹായിക്കുന്നത്. അപ്പോൾ സ്ത്രീലിംഗ അവയവങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നത് തന്നെയാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. പ്രൊജസ്ട്രോൺ ആണെങ്കിൽ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തുന്നതിനും ആർത്തവ ചക്രത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്.
ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ്. പിന്നെ ആർത്തവചക്രമൊക്കെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും സഹായിക്കുന്നുണ്ട്, രണ്ടും സഹായിക്കുന്നുണ്ട്. ഇനി പ്രൊലാക്റ്റിൻ എന്ന് വെച്ചാൽ പാൽ ചുരത്തുന്നതിനാണ് സഹായിക്കുന്നത്. പ്രൊലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഇനി ഓക്സിറ്റോസിൻ എന്ന് പറയുന്നതാണ് ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്നതാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ഇതിനെ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ പാൽ ചുരത്തുന്നതിനായിട്ടാണ് സഹായിക്കുന്നത് അല്ലേ? പാൽ ചുരത്താനായിട്ട് സഹായിക്കുന്ന ഓക്സിറ്റോസിനാണ്. അതുപോലെ തന്നെ മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നുണ്ടല്ലോ, നമ്മളിവിടെ പറഞ്ഞു അല്ലേ? എന്താണ് നമ്മൾ പറഞ്ഞു നോക്കിയേ? മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നത്, പ്രസവ സമയത്തൊക്കെ പേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നതാണ് ഓക്സിറ്റോസിനാണ്. അപ്പം അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഇത്ര ഹോർമോൺസ് പഠിച്ചു വയ്ക്കുക. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്, പുരുഷ ലൈംഗിക അവയവമാണ്. അപ്പം പുംബീജ ഉൽപ്പാദനത്തിനും അതുപോലെ തന്നെ ദ്വിതീയ ലൈംഗിക സവിശേഷതകളുടെ നിയന്ത്രണത്തിനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? ടെസ്റ്റോസ്റ്റിറോൺ സഹായിക്കുന്നുണ്ട്. അണ്ടാശയം പുറപ്പെടുവിക്കുന്ന 2 ഹോർമോണാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഈസ്ട്രോജൻ ആണെങ്കിൽ ആർത്തവചക്രം, അതുപോലെ തന്നെ അണ്ടോൽപാദനം, ദ്വിതീയ ലൈംഗിക സവിശേഷതകളുടെ നിയന്ത്രണം, അതുപോലെ തന്നെ സ്ത്രീലിംഗ അവയവങ്ങളുടെ പ്രവർത്തനത്തൊക്കെ ഈസ്ട്രോജൻ സഹായിക്കുന്നുണ്ട്. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തുന്നുണ്ട്, ആർത്തവചക്രത്തിന് സഹായിക്കുന്നുണ്ട്. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് പാൽ ചുരത്തുന്ന പ്രൊലാക്റ്റിൻ എന്നാണ് ചെയ്യുന്നത്, പാൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. പ്രൊലാക്റ്റിൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് പുറപ്പെടുവിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്സിറ്റോസിൻ ആണെങ്കിൽ മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നുണ്ട്, പാൽ ചുരത്താനാണ് സഹായിക്കുന്നത് അല്ലേ? അപ്പോൾ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്? പ്രൊലാക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാൽ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇവിടെ അല്ലേ? മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊലാക്റ്റിനാണ്, എന്നാൽ പാൽ ചുരത്താൻ സഹായിക്കുന്ന ആരാണ്? ഓക്സിറ്റോസിനാണ്. ഇനി വിശക്കാനും വിശപ്പ് കുറയ്ക്കാനും. സാധാരണ അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗമല്ലെങ്കിലും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അന്തസ്രാവി ഗ്രന്ഥികളെ പോലെ പ്രവർത്തിക്കുന്ന ചില കലകളുണ്ട്. ആമാശയ പാളിയും കൊഴുപ്പ് കലയും അവയ്ക്ക് ഉദാഹരണമാണ്. അതായത് അന്തസ്രാവി ഗ്രന്ഥിയുടെ ഭാഗമല്ലാത്ത കുറച്ച് ഹോർമോണുകളുണ്ട്, ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്ന ചില കലകളുണ്ട്. അന്തസ്രാവി ഗ്രന്ഥിയുടെ അതായത് അന്തസ്രാവി ഗ്രന്ഥികൾ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ ചില കലകൾ അന്തസ്രാവി ഗ്രന്ഥികളെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളാണ് ആമാശയ പാളി എന്ന് പറയുന്നതും കൊഴുപ്പ് കല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? സാധാരണ അന്തസ്രാവി ഗ്രന്ഥിയാണ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥിയുടെ ഭാഗമല്ലാത്ത കുറച്ച് കലകളുണ്ട്. ഇവ ശരിക്കും അന്തസ്രാവി ഗ്രന്ഥിയുടെ അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് ആമാശയ പാളി എന്ന് പറയുന്നതും കൊഴുപ്പ് കല എന്ന് പറയുന്നതും. ആമാശയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ചില കോശങ്ങൾ നിർമ്മിക്കുന്ന ഗ്രേലിൻ വിശപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നു. ആമാശയത്തിൻ്റെ മുകൾ ഭാഗത്ത്. അപ്പോൾ ഏതാണ് ആമാശയം എന്ന് വിചാരിക്കൂ. ഈ ആമാശയത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എന്തുണ്ട്? ഗ്രേലിൻ എന്ന് പറയുന്ന ഗ്രേലിൻ എന്ന് പറയുന്ന ചില കോശങ്ങൾ എന്ത് നിർമ്മിക്കുന്നുണ്ട്? ഗ്രേലിൻ എന്ന് പറയുന്ന ഒരു വിശപ്പ് ഹോർമോൺ. ഗ്രേലിൻ എന്ന് പറയുന്നതാണ് ഒരു വിശപ്പ് ഹോർമോണാണ് ഗ്രേലിൻ എന്ന് പറയുന്നത്. ഇത് പുറപ്പെടുവിക്കുന്നുണ്ട്. കൊഴുപ്പ് കലകൾ ഉൽപ്പാദിപ്പിക്കുന്ന ലെപ്റ്റിൻ എന്ന് പറയുന്നത് സംതൃപ്തി ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. കൊഴുപ്പ് കലകൾ എന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കൊഴുപ്പ് കലകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ലെപ്റ്റിൻ ആണ്. ഇതിനെന്നറിയപ്പെടുന്നു സംതൃപ്തി ഹോർമോൺ എന്നറിയപ്പെടുന്നു. അപ്പോൾ ആമാശയത്തിൻ്റെ മുകൾ ഭാഗത്ത് ചില കോശങ്ങൾ ഗ്രേലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഗ്രേലിൻ എന്നറിയപ്പെടുന്നത് എന്താണ്? വിശപ്പ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ലെപ്റ്റിൻ എന്ന് വെച്ചാൽ എന്താണ്? സംതൃപ്തി ഹോർമോണാണ്. അത് ആരാണ് പുറപ്പെടുവിക്കുന്നത്? കൊഴുപ്പ് കലകളാണ്. ശരീരത്തിൽ ആവശ്യത്തിന് ഊർജ്ജം സംഭരിച്ചിട്ടുണ്ടെന്ന് ഹൈപ്പോതലാമസിന് സൂചന നൽകി ലെപ്റ്റിൻ വിശപ്പ് കുറയ്ക്കുന്നു. അപ്പോൾ ലെപ്റ്റിൻ എന്താണ് ചെയ്യുന്നത്? സംതൃപ്തി ഹോർമോണാണ്. അവിടെ വിശപ്പ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതായത് ഇവിടെ അത്യാവശ്യത്തിനുള്ള ഊർജ്ജം എത്തിയിട്ടുണ്ട്, അപ്പോൾ അത്രയും മതി, വിശപ്പ് ഇത്ര വേണ്ട, വിശപ്പിന് അതായത് വിശക്കുന്നില്ല എന്നുള്ളൊരു സന്ദേശം നമുക്ക് ആർക്കയക്കണം? ഹൈപ്പോതലാമസിന് സൂചന നൽകണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് പുറപ്പെടുവിക്കുന്നത്? ലെപ്റ്റിൻ എന്ന് പറയുന്നത്. അതായത് ലെപ്റ്റിൻ്റെ ആ ഒരു പേരിൻ്റെ അർത്ഥം തന്നെയാണ്. ലെപ്റ്റിൻ എന്ന് പറയുന്നത് എന്താണ് അറിയപ്പെടുന്നത്? സംതൃപ്തി ഹോർമോൺ എന്നാണ് അല്ലേ? അതായത് അവിടെ നമുക്ക് വിശക്കണ്ട, നമുക്ക് ഇത്രയും മതി എന്ന് പറയുന്ന ഒരു ഇതില്ല, സൂചന നൽകുന്നതാണ് ലെപ്റ്റിൻ എന്ന് പറയുന്നത്. ഇത് ഭക്ഷണ ഉപഭോഗം കുറയ്ക്കുകയും ഊർജ്ജ വിനിയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത്? ഭക്ഷണ ഉപയോഗം കുറയ്ക്കും, എന്നിട്ട് ഊർജ്ജ വിനിയോഗം പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഗ്രേലിൻ എന്ന് വെച്ചാൽ എന്താണ് ചെയ്യുന്നത്? ഗ്രേലിൻ എന്ന് വെച്ചാൽ വിശപ്പ് ഹോർമോണാണ്. അപ്പം എന്താ ചെയ്യുക? ഹൈപ്പോതലാമസിൽ പ്രവർത്തിച്ച് വിശപ്പ് ഉണ്ടാക്കും. ഇത് ഭക്ഷണം കഴിക്കുന്നത് വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് സംഭരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഭക്ഷണം കഴിക്കുന്നത് വർദ്ധിപ്പിക്കുക, കൊഴുപ്പ് സംഭരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഗ്രേലിൻ ചെയ്യുന്നത്. ഗ്രേലിൻ എന്താണ് ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുന്നത് വർദ്ധിപ്പിക്കുക, കൊഴുപ്പ് സംഭരണം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഗ്രേലിൻ എന്ന് പറയുന്ന ഹോർമോണുണ്ട്, ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണുണ്ട്.
ഗ്രിലിൻ എന്ന് വെച്ചാൽ എന്താണ്, ആരാണ് ആ മഷത്തിന് മുകൾ ഭാഗത്തുള്ള ഒരു ചെറിയൊരു കല പുറപ്പെടുവിക്കുന്നതാണ് എന്ന് പറയുന്നത്, ചില കോശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ് ഗ്രിലിൻ എന്ന് പറയുന്നത്. വിശപ്പ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വിശപ്പ് ഹോർമോൺ എന്ന് വെച്ചാൽ വിശക്കുന്ന ഒരു സിഗ്നൽ കൊടുക്കണമല്ലോ ഹൈപ്പോതലാമസിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗ്രിലിൻ ഹൈപ്പോതലാമസിൽ പ്രവർത്തിച്ച് വിശപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ഭക്ഷണം കഴിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കും, അതുപോലെ തന്നെ കൊഴുപ്പിൻ്റെ സംഭരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, സംതൃപ്തി ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് ലെപ്റ്റിനാണ്. അത് കൊഴുപ്പ് കലകൾ പുറപ്പെടുവിക്കുന്നതാണ്. അതെന്താ ചെയ്യുന്നത്, വിശപ്പ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. വിശപ്പ് കുറയ്ക്കുകയും അതുപോലെ തന്നെ ഊർജ്ജ വിനിയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇത്രയ്ക്ക് ഊർജ്ജം എത്തിയിട്ടുണ്ടെന്ന് പറയൂലേ, ശരീരത്തിൽ ഇത്രയും ആവശ്യത്തിനുള്ള ഊർജ്ജം സംഭരിച്ചിട്ടുണ്ടെന്ന് ഹൈപ്പോതലാമസിന് സൂചന നൽകുന്നതാണ് ആര് ചെയ്യുന്നത്, ലെപ്റ്റിൻ ചെയ്യുന്നത് അല്ലേ. ഇനി മാനസികാരോഗ്യം. ശാരീരികാരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യവും പ്രധാനമാണ്. നാഡീവ്യവസ്ഥയിലെ രാസസന്ദേശവാഹികളായ നാഡീയ പ്രേഷകങ്ങളെ കുറിച്ച് ഉണ്ടാവുമല്ലോ അല്ലേ. ആവേഗങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഡോപ്പമീൻ, പിന്നെ ആവേഗങ്ങൾ ഉണ്ടാവും. പിന്നെ അങ്ങനത്തെ നമ്മൾ നാഡീനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 9ാം ക്ലാസ്സിൽ എസ്ഐയായിട്ടില്ലെന്ന് തോന്നുന്നു ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോപ്പമീൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ മുതലായവ ഹോർമോണുകളായും പ്രവർത്തിക്കുന്ന നാഡീയ പ്രേഷകങ്ങളാണ്. അപ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്നതും സെറട്ടോണിൻ എന്ന് പറയുന്നതും എൻഡോർഫിൻ എന്ന് പറയുന്നത് എന്താണ്, ഹോർമോണുകളായിട്ടും പ്രവർത്തിക്കുന്ന നാഡീയ പ്രേഷകങ്ങളാണ്. ഇവ ഹോർമോണുകളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഡോപ്പമിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ എന്നിവ എന്താണ്, ഹോർമോണുകളായിട്ടും പ്രവർത്തിക്കുന്ന നാഡീയ പ്രേഷകങ്ങളാണ്. ഇനി സന്ദേശവിനിമയം ഇങ്ങനെയും. ഉറുമ്പുകൾ വരിവരിയായിട്ട് സഞ്ചരിക്കുന്നതിന് കാരണം എന്തായിരിക്കും? കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചില്ലേ? അപ്പം എന്തുകൊണ്ടായിരിക്കും ഉറുമ്പ് ഇങ്ങനെ പഞ്ചസാരയുടെ അടുത്തേക്ക് ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നുണ്ട്? എന്തുകൊണ്ടായിരിക്കാം? ചില ജീവികൾ അതേ സ്പീഷീസിൽപ്പെട്ട ജീവികളുമായുള്ള ആശയവിനിമയത്തിനായി ചുറ്റുപാടിലേക്ക് ചില രാസവസ്തുക്കൾ സ്രവിക്കുന്നു. ഇവയാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫിറമോൺ എന്ന് വെച്ചാൽ ഉറുമ്പാണെങ്കിലും ശരി, ചില ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിറമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് അവരുടെ അതേ വർഗത്തിൽപ്പെട്ട ആൾക്കാർ, അതേ സ്പീഷീസിൽപ്പെട്ട ജീവികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് എന്ത് സഹായിക്കുന്നത്, ഫിറമോൺ സഹായിക്കുന്നത്. ബാഷ്പീകരണ സ്വഭാവമുള്ള ഈ രാസവസ്തുക്കൾ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ബാഷ്പീകരണ സ്വഭാവമാണെന്ന് പറയുന്നുണ്ട്. വിവിധ തരം ഫിറമോണുകളുണ്ട്. ടെറിട്ടോറിയൽ ഫിറമോൺ എന്താ ചെയ്യുന്നത്, വാസസ്ഥാനത്തിൻ്റെ പരിധി നിർണ്ണയിക്കുന്നതിനായിട്ടാണ് ടെറിട്ടോറിയൽ ഫിറമോൺ സഹായിക്കുന്നത്. അഗ്രിഗേഷൻ ഫിറമോണോ ആഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് അഗ്രിഗേഷൻ ഫിറമോൺ സഹായിക്കുന്നത്. അലാം ഫിറമോൺ ആണെങ്കിലോ അലാം എന്ന് വെച്ചതാണ് അപായ സൂചന നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ട്രയൽ ഫിറമോൺ ആണെങ്കിലോ സഞ്ചാരപാത നിർണ്ണയിക്കുന്നതിനാണ് ട്രയൽ ഫിറമോൺ എന്ന് പറയുന്നത്. ലൈംഗിക ഫിറമോൺ ഇണകളെ ആകർഷിക്കുന്നതിനായിട്ടാണ്. അപ്പോൾ ടെറിട്ടോറിയൽ ഫിറമോൺ വാസസ്ഥാനത്തിൻ്റെ പരിധി നിർണ്ണയിക്കാനാണ്. അഗ്രിഗേഷൻ ഫിറമോൺ ആഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിന്. അലാം ഫിറമോൺ അപായ സൂചന നൽകാൻ. ട്രയൽ ഫിറമോൺ സഞ്ചാരപാത നിർണ്ണയിക്കാൻ. ലൈംഗിക ഫിറമോൺ ഇണകളെ ആകർഷിക്കാൻ. ഫിറമോൺ കൗതുകങ്ങൾ. ഉറുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണുകൾ അപായ സൂചന നൽകാനും ആഹാര ലഭ്യത അറിയിക്കാനുമാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഉറുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോൺ എന്താ ചെയ്യുന്നത്, അപായ സൂചന നൽകുന്നുണ്ട്, അതുപോലെ തന്നെ ആഹാര ലഭ്യത അറിയിക്കുവാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി തേനീച്ചയിലാണെന്നുണ്ടെങ്കിൽ തേനീച്ചയിൽ റാണി ഫിറമോൺ സ്രവിക്കുന്നത് പ്രധാനമായിട്ടും പുതിയ റാണികളെ ഉണ്ടാകുന്നത് തടയുന്നതിനും ജോലിക്കാരായ തേനീച്ചകൾ റാണിയെ പരിപാലിക്കുന്നതിനുമായിട്ടാണ്. അപ്പോൾ തേനീച്ചയിൽ റാണിയുണ്ട്. തേനീച്ചയിൽ ഈ റാണി എന്താ ചെയ്യുന്നത്, ഫിറമോൺ സ്രവിക്കുന്നുണ്ട്. ഇത് ഫിറമോൺ സ്രവിക്കുന്നതിനാന്ന് വെച്ചാൽ വേറെ ആൾക്കാരൊന്നും റാണിയാകേണ്ട കാര്യമില്ല അല്ലേ. അത് പുതിയ റാണികൾ ഉണ്ടാവാനായിട്ട് പാടില്ല എന്ന് പറയുന്നത് അത് തടയുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ജോലിക്കാരായിട്ടുള്ള തേനീച്ചകളെ റാണിയെ പരിപാലിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഫിറമോൺ പുറപ്പെടുവിക്കുന്നത്. ഇനി നായ, പൂച്ച മുതലായ സസ്തനികൾ അവയുടെ ചുറ്റുപാടിൽ മൂത്രവിസർജനം ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് ആവാസ പരിധിയിൽ അവയുടെ സാന്നിധ്യം അറിയിക്കുകയും അതിർത്തി നിർണ്ണയിക്കുകയുമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിർത്തി നിർണ്ണയിക്കുന്നതിനായിട്ടും ഇവരുടെ സ്ഥാനമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൂച്ചയാണെങ്കിലും നായയാണെങ്കിലും മൂത്രം വിസർജനം ചെയ്യുന്നത്. ഇനി മുയൽ, ഷഡ്പദങ്ങൾ എന്നിവ ഇണകളെ ആകർഷിക്കാനാണ് ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. മുയലും ഷഡ്പദങ്ങളും ഇണകളെ ആകർഷിക്കാനും ഇണച്ചേരൽ പ്രതികരണങ്ങൾ ഉളവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മുയലുകളിലാണെന്നുണ്ടെങ്കിൽ മമ്മറി ഫിറമോൺ ആണുള്ളത്. നായകളിലാണെങ്കിലോ അപ്പാസിൻ എന്ന് പറയുന്ന ഫിറമോണാണുള്ളത്. അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഫിറമോൺ എന്ന് പറയുന്നത് പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. അത് ഓരോന്നിലും വ്യത്യസ്തമാണ്. ഉറുമ്പിലാണെന്നുണ്ടെങ്കിൽ ഫിറമോണുകൾ എന്തൊക്കെയാണ്, അപായ സൂചന നൽകാനും ആഹാര ലഭ്യത അറിയിക്കാനാണ് സഹായിക്കുന്നത്. തേനീച്ചയിലാണെങ്കിൽ വേറൊരു റാണി പാടില്ല, എന്നെ മാത്രം എല്ലാവരും പരിപാലിച്ചാൽ മതി എന്ന്
അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഫെറമോൺ പുറപ്പെടുവിക്കുന്നത്. നായയും അതുപോലെ തന്നെ പൂച്ചയാണെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൂത്രവിസർജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇത് ഞങ്ങളുടെ സ്ഥാനമാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ ഞങ്ങൾ ഉണ്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ പറഞ്ഞത്, മുയലും ഷഡ്പദങ്ങളൊക്കെ ഇടകളെ ആകർഷിക്കുന്നതിനായിട്ടോ ഇണചേരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഏതൊരു ജീവജാതിക്കും ജീവൻ സുസ്ഥിരമായി നിലനിർത്തുന്നതിന് ബാഹ്യ പരിസ്ഥിതിയെ പോലെ ആന്തര പരിസ്ഥിതിയും അനുഗുണമാകേണ്ടതുണ്ട്. അതിനാവശ്യമായ മെറ്റാബോളിക് പ്രവർത്തനങ്ങളാണ് ഓരോ കോശത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മെറ്റാബോളിക് പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിന് കൃത്യമായ നിയന്ത്രണവും ഏകോപനവും കൂടിയേ തീരും. ഉയർന്ന ഇനം ജീവികളിൽ നാഡീവ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയുമാണ് ഇക്കാര്യത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി വരുന്ന വിലയിരുത്താമെന്ന് പറയുന്ന ഒരു ഭാഗം ചെയ്ത് നോക്കൂ. ഇത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെയാണ് വരുന്നത്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 10 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിൽ എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെട്ട ചിത്രീകരണം തന്നിട്ടുണ്ട്. അതിൻ്റെ എ ഹോർമോൺ ബി റിസപ്റ്ററിലെത്തി, അത് സി ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിലെന്താണ് ക്വസ്റ്റ്യൻ? എയുടെ ധർമ്മം സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുക. അതായത് ഹോർമോൺ എന്ന് പറയുന്നത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സുമായി ബന്ധമുണ്ടോ? ഹോർമോൺ എന്ന് പറയുന്നത് ഹോർമോൺ റിസപ്റ്ററുമായിട്ട് ബന്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് രൂപപ്പെടും അല്ലേ? ഹോർമോൺ റിസപ്റ്ററുമായിട്ട് ബന്ധിപ്പിച്ചാലാണ് എന്ത് രൂപപ്പെടുന്നത്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് രൂപപ്പെടുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ചാപ്റ്റർ തന്നെ. ഈ കോംപ്ലക്സ് ആണ് കോശത്തിനുള്ളിൽ രാസപ്രവർത്തനങ്ങളിൽ ആരംഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ എന്നത് റിലീസിങ് ഹോർമോൺ ആണ് എങ്കിൽ ബി എവിടെയാണ് കാണപ്പെടുക? എ എന്ന് പറയുന്നത് റിലീസിങ് ഹോർമോൺ ആണ് എങ്കിൽ ബി എന്ന് പറയുമ്പോൾ ഏതാണ്? റിസപ്റ്റർ അല്ലേ? റിസപ്റ്റർ എവിടെയാണ് കാണപ്പെടുക? റിലീസിങ് ഹോർമോണുകൾ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലേ? റിലീസിങ് ഹോർമോണുകൾ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഹൈപ്പോതലാമസിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ കോശങ്ങളിൽ റിസപ്റ്ററുകൾ പ്രവർത്തിക്കുന്നു. പക്ഷെ ഇത് പ്രവർത്തിക്കുന്ന എവിടെയാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, റിലീസിങ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും ഉണ്ടെന്ന്. അപ്പോൾ ഈ റിലീസിങ് ഹോർമോണുകൾ എന്ന് പറയുന്നത് എവിടെയാണ്? ഹൈപ്പോതലാമസ് ആണ് ശരിക്കും പറഞ്ഞാൽ റിലീസിങ് ഹോർമോണുകൾ പുറപ്പെടുവിക്കേണ്ടത്. പക്ഷേ ഇത് സംഭരിക്കപ്പെടുന്നതും കാര്യങ്ങൾ നടക്കുന്നതൊക്കെ എവിടെയാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ കോശങ്ങളിലെ റിസപ്റ്ററുകളിലാണ് അല്ലേ? അതിനാൽ തന്നെ ബി എന്ന് പറയുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ കോശങ്ങളിലാണ് കാണപ്പെടുന്നത്. അതായത് റിസപ്റ്റർ എന്ന് പറയുന്നതും എവിടെ തന്നെയാണ് കാണപ്പെടുക? എവിടെയാണ് കാണപ്പെടുക? എ എന്ന് പറയുന്നത് റിലീസിങ് ഹോർമോൺ ആണെന്നുണ്ടെങ്കിൽ ബി എവിടെയാണ്? റിസപ്റ്റർ എവിടെയാണ് കാണപ്പെടുക? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ തന്നെയാണ് കാണപ്പെടുക. അപ്പോൾ റിലീസിങ് ഹോർമോൺ ഹൈപ്പോതലാമസ് ആണ് പുറപ്പെടുവിക്കുന്നത്. ഹൈപ്പോതലാമസിൽ കാണപ്പെട്ടു. റിലീസിങ് ഹോർമോണുകളാണെന്നുണ്ടെങ്കിലും ഇൻഹിബിറ്ററി ഹോർമോണുകളാണെന്നുണ്ടെങ്കിലും പ്രവർത്തിക്കുന്ന എവിടെയാണ്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഏത് ഭാഗത്തായിരുന്നു? മുൻതളത്തിലായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയാണ് ഈ റിസപ്റ്ററും കാണപ്പെടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എയുടെ ഉൽപ്പാദനം, സംവഹനം എന്നിവ സസ്യങ്ങളിലും ജന്തുക്കളിലും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എയുടെ ഉൽപ്പാദനം എന്ന് വെച്ചാൽ ഹോർമോണിൻ്റെ ഉൽപ്പാദനം അല്ലേ? ഹോർമോണിൻ്റെ ഉൽപ്പാദനം എങ്ങനെയാണ് ജന്തുക്കളിലും സസ്യങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ജന്തുക്കളിലെ ഹോർമോണുകൾ അന്തസ്രാവി ഗ്രന്ഥികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവ രക്തത്തിലൂടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരും. സസ്യങ്ങളിലാണെങ്കിൽ ഹോർമോണുകൾ കോശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്ക് പോകും. അതുപോലെ തന്നെ വാസ്കുലാർ ടിഷ്യൂസ് വഴിയും സംവഹനം ചെയ്യപ്പെടും. നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ ചെറിയൊരു ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പറയുന്നത്. ജന്തുക്കളിലാണെങ്കിൽ ഹോർമോണുകൾ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കപ്പെടും, എന്നിട്ട് ഈ രക്തത്തിലൂടെ പോയിട്ട് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തും. സസ്യങ്ങളിലാണെങ്കിലോ ഹോർമോണുകൾ കോശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? ജന്തുക്കളിലാണെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഹോർമോണുകൾ. സസ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ കോശങ്ങളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കോശങ്ങളിൽ നിന്ന് കോശങ്ങൾ വഴിയാണ് സംവഹനം നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹോർമോൺ പ്രവർത്തനം തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് 1 എന്ന് പറയുന്നത് ഏത് ഹോർമോണിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടാണ് ചെയ്യേണ്ടത്. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കണം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനായിട്ട് ഏത് ഹോർമോണാണ്? പാരാതെർമോണാണ് അല്ലേ? പാരാതെർമോണാണ്. പാരാതെർമോൺ ചെയ്യുന്നതാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുന്നതിനായിട്ടാണ് പാരാതെർമോൺ സഹായിക്കുന്നത്. കൂടാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കുന്നതിനായിട്ട് ഏത് ഹോർമോൺ? കാൽസിട്ടോണിനായിരുന്നു അല്ലേ? കാൽസിട്ടോണിനായിരുന്നു.
കാൽസിറ്റോണിൻ കുറയുമ്പോൾ ഏതാണ്? പാരാതെർമോണാണ് കുറയുമ്പോൾ. കൂടാണെന്നുണ്ടെങ്കിൽ കാൽസിറ്റോണിനാണ്. ഇനി കാൽസ്യം അല്ല ഇവിടെ ഗ്ലൂക്കോസ് ആണെങ്കിലോ, ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കഗോണാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക അല്ലേ? ഗ്ലൂക്കഗോണാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്ലൂക്കോസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് കൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിനാണ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതിനായിട്ട് അല്ലേ? ഇൻസുലിനാണ് ഉപയോഗിക്കുന്നത് കുറയുന്നത് വേണ്ടിയിട്ട് അല്ലേ? കുറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇവിടെ കുറയുന്നു എന്നാണ്. ഇവിടെ കൂടാണെന്നുണ്ടെങ്കിലോ, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാണെങ്കിൽ നമ്മൾ കുറയ്ക്കുന്നതിനായിട്ട് എന്തുപയോഗിക്കും? ഇൻസുലിൻ ഉപയോഗിക്കും. കാൽസ്യം ആണെങ്കിൽ കാൽസിറ്റോണിനാണ് കൂടാനായിട്ട് ഉപയോഗിക്കുന്നത്. കുറയുകയാണെങ്കിലോ പാരാതെർമോൺ ആണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രക്തത്തിൽ തൈറോക്സിൻ്റെ അളവ് കുറയുന്നു. വിവിധ ഘട്ടങ്ങളിലൂടെയാണ് തൈറോക്സിൻ്റെ അളവ് മതിയായ നിരക്കിലെത്തിക്കുന്നത്. അതിനുവേണ്ടി നടക്കുന്ന പ്രവർത്തനങ്ങളും ഹോർമോണുകളും എഴുതാൻ പറയുന്നുണ്ട്. തൈറോക്സിൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. TRH ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കും. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ TSH എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കും. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയാണ് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ TSH തൈറോയ്ഡ് ഗ്രന്ഥി ഉത്തേജിപ്പിക്കുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ കഴിയുന്നത് പോലെ പകൽ ഉറങ്ങാനായിട്ട് കഴിയുമോ? എന്തുകൊണ്ടായിരിക്കും? മെലാറ്റോണിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുക. രാത്രി സമയത്താണ് മെലാറ്റോണിൻ്റെ അളവ് കൂടുന്നത്, ഇരുട്ട് സമയത്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഹൈപ്പോതലാമസ് നാഡീവ്യവസ്ഥയുടെയും അന്തസ്രാവി ഗ്രന്ഥിയുടെയും ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. ശരിയാണോ? ഹൈപ്പോതലാമസ് നാഡീവ്യവസ്ഥയുടെയും അന്തസ്രാവി ഗ്രന്ഥിയുടെയും ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. ഹൈപ്പോതലാമസ് നാഡീകോശങ്ങളിൽ നിർമ്മിതമാണ്. ഇത് നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ്. ഈ നാഡീകോശങ്ങൾ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ അന്തസ്രാവി ഗ്രന്ഥിയുടെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഹൈപ്പോതലാമസ് നാഡീകോശത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഈ നാഡീകോശങ്ങൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് അന്തസ്രാവി ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അന്തസ്രാവി ഗ്രന്ഥിയുടെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. ഇനി ഒരാളെ നായ കടിക്കാനായി ഓടിക്കുന്നു. അയാൾ അതിവേഗം ഓടുന്നു. അപ്പം നായയിൽ നിന്ന് രക്ഷപ്പെടാണ് എങ്കിൽ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടായിരിക്കുക? സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം നടന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അഡ്രിനാലിൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടായിരിക്കും. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം നടന്നിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഫസ്റ്റിൽ ഏതായിരിക്കും നടക്കുക? ഫസ്റ്റ് വരുന്നത് ഏതാണ്? സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനമല്ല ആദ്യം നടക്കുക. ആദ്യം സിമ്പത്തറ്റിക് പ്രവർത്തനം നടക്കുക, അതിനുശേഷം അഡ്രിനാലിൻ പ്രവർത്തിക്കും, അതിനുശേഷമാണ് ലാസ്റ്റാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം നടക്കുന്നത്. ഒരു രാസവസ്തുവിനെ കുറിച്ചുള്ള വിവരം തന്നിട്ടുണ്ട്. ഒരേ സ്പീഷീസിൽപ്പെട്ട ജീവികൾ ആശയവിനിമയത്തിനായി ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്നു. സഞ്ചാരപാത നിർണ്ണയിക്കാനും ഇണകളെ ആകർഷിക്കാനും ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ബോക്സിൽ പരാമർശിച്ചിരിക്കുന്ന രാസവസ്തു ഏതാണ്? ഫിറമോൺ ആണ് അല്ലേ? ഫിറമോൺ ആണ്. ഈ രാസവസ്തുവിൻ്റെ മറ്റേതെങ്കിലും 2 ധർമ്മങ്ങൾ എഴുതുക. നമ്മൾ പറഞ്ഞല്ലോ എന്താണ്? ആവാസസ്ഥാനം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനൊക്കെ ഫിറമോൺ ധർമ്മങ്ങൾ പറഞ്ഞു അല്ലേ? ഈ രാസവസ്തുവിനെ കർഷകർ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഈ ഫിറമോൺ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കും? അതായത് ഫിറമോൺ കെണി എന്ന് പറയുന്ന ഒരു ഇത് ഉപയോഗിക്കും കർഷകർ. അതായത് പ്രാണികളെ ആകർഷിക്കാനായിട്ട് ഫിറമോണുകൾ ഉപയോഗിക്കുന്ന ഒരു തരം കെണിയാണെന്ന് പറയുന്നത്. ലൈംഗിക ആകർഷണ ഫിറമോണുകൾ ഉപയോഗിച്ചിട്ട് ആൺപ്രാണികളെ വശീകരിച്ചിട്ട് കെണിയിൽ വീഴ്ത്തുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ലൈംഗിക ആകർഷണ ഫിറമോണുകൾ അല്ലെങ്കിൽ കൂട്ടം ചേരാൻ പ്രേരിപ്പിക്കുന്ന ഫിറമോണുകളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രാണികളെ ആകർഷിക്കുന്നതാണ് ഇതിന് എക്സാമ്പിൾ വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈംഗിക ആകർഷണ വസ്തുവായിട്ടുള്ള ഈ ഫെറമോൺ ഉപയോഗിച്ചിട്ട് ആൺപ്രാണികളെ ആകർഷിക്കുകയാണെങ്കിൽ ഈ ചെല്ലികളുടെയൊക്കെ പ്രജനനം തടയും. അതായത് അവരുടെ പ്രജനനം തടയും, അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തടയും. അപ്പോൾ ഇവരൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാണികളുടെ എണ്ണം കണക്കാക്കാൻ, അതുപോലെ തന്നെ വസ്ത്രനിശാശലഭം പോലുള്ള കീടങ്ങളെ കെണിയിൽ പിടിക്കാനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഫിറമോൺ കെണി ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
നെക്സ്റ്റ് എക്സ് വൈ സെഡ് എന്നീ വിവിധ സസ്യ ഹോർമോണുകളുടെ ധർമ്മങ്ങൾ തന്നിട്ടുണ്ട്. അതായത് അന്ന് തിരിച്ചറിയണം. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? എബ്സിസിക് ആസിഡാണ്. എബ്സിസിക് ആസിഡാണ് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്നത്. ഇലകളുടെ പച്ചപ്പ് നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഏതാണ്? സൈറ്റോകിൻ ആണ്. സൈറ്റോകിൻ എന്താ ചെയ്യുന്ന? ഇലകളുടെ വാർദ്ധക്യം വൈകിപ്പിക്കും, എന്നിട്ട് പച്ചപ്പ് നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി വാർഷമുകുള വളർച്ചയെ തടയുന്നതാണ്? എത്തിലിനാണ്. എത്തിലിനാണ് വാർഷമുകുള വളർച്ചയെ തടയുന്നത്. നെക്സ്റ്റ് താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പാൻക്രിയാസ് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു വ്യക്തി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കുന്നതിനായിട്ട് ഇൻസുലിൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇൻസുലിനാണ് അവിടെ പുറപ്പെടുവിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ബീറ്റാ കോശങ്ങളാണ്. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ്. ഈ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കും. അതുപോലെ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കരളിലും പേശികളിലും സംഭരിക്കുന്നതിനായിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇതുവഴി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയായിട്ട് മാറും. ഇനി 12 മണിക്കൂർ ഉപവസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉപവാസം ചെയ്യുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും. അപ്പോൾ ആൽഫ കോശങ്ങൾ എന്ത് ഉൽപ്പാദിപ്പിക്കും? ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കും അല്ലേ? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നതാണ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൻക്രിയാസിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് ഈ ഗ്ലൂക്കഗോണ് കരളിൽ സംഭരിച്ചിട്ടുള്ള ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസാക്കി മാറ്റും. ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസാക്കി മാറ്റും. ഇൻസുലിൻ ആണെങ്കിൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജിനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലൂക്കഗോൺ ആണെങ്കിൽ ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസാക്കി മാറ്റും. ഇതുവഴി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയായിട്ട് വരും. ഇനി ടൈപ്പ് 1 പ്രമേഹമുള്ള ഒരു വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ടൈപ്പ് 1 പ്രമേഹമുണ്ട്. അദ്ദേഹം സ്ഥിരമായിട്ട് ഇൻസുലിൻ എടുക്കുകയാണ്. ടൈപ്പ് 1 പ്രമേഹത്തിൽ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയില്ല. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിയില്ല. അപ്പോൾ ഇൻസുലിൻ അവിടെ ഇല്ല അല്ലേ? ഇൻസുലിൻ ഇല്ലാത്തതിനാൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്തുകയോ ഗ്ലൈക്കോജനായിട്ട് സംഭരിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല. ഇതുമൂലം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഈ അവസ്ഥ നിയന്ത്രിക്കാനാണ് ഇൻസുലിൻ കുത്തിവയ്പ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഇൻസുലിൻ എന്ന് പറയുന്ന അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ബീറ്റ 1 പ്രമേഹമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വേറെ കോശങ്ങൾ ബീറ്റാ കോശങ്ങൾക്കൊന്നും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ടൈപ്പ് 1 പ്രമേഹമാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇൻസുലിൻ അവിടെ എന്ത് സംഭവിക്കുകയാണ്? ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ എടുക്കേണ്ടതായിട്ട് വരും. ഇനി ഹോർമോണുകൾ നെക്സ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഹോർമോണുകൾ സസ്യവളർച്ച എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന്. ഒരു തൈ പൂർണ്ണ ഇരുട്ടിൽ വളരാണ്. ഒരു തൈ പൂർണ്ണ ഇരുട്ടിൽ വളരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? സസ്യങ്ങൾ ഇരുട്ടിൽ വളരുമ്പോൾ എന്താണ് അവിടെ പുറപ്പെടുവിക്കുക? ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ് കൂടുതലായിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഇരുട്ടിലെ ഓക്സിൻ തണ്ടിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തും. പ്രകാശത്തിന് മുകളിലേക്ക് വളരാനായിട്ട് ഇത് കാരണമാക്കും. ഓക്സിൻ എന്ന് പറയുന്നത് ഇരുട്ടിലാണെന്നുണ്ടെങ്കിൽ തണ്ണിനെ വളർച്ച ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുക. ഇതുമൂലം തണ്ണിന് നീളം കൂടുകയും ഇലകൾ ചെറുതാവുകയും ചെയ്യുന്നു ഇരുട്ടിലാണെന്നുണ്ടെങ്കിൽ. ഇനി കർഷകന് എന്താണ് ജിബ്ബർലിൻ തളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് ജിബ്ബർലിനുകൾ എന്ന് പറയുമ്പോൾ എന്തിനാണ്? സസ്യങ്ങളുടെ തണ്ണിന് നീളം കൂട്ടാനായിട്ടാണ് ജിബ്ബർലിനുകൾ ഉപയോഗിക്കുന്നത് അല്ലേ? ഇത് കായകളുടെയും പൂക്കളെയും വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ജിബ്ബർലിനുകൾ തളിക്കുന്നതിലൂടെ കർഷകന് വലിയ കായകളും പൂക്കളും ലഭിക്കും, വിള വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഇതിൻ്റെയൊക്കെ ഇത് ഈ ഹോർമോൺസിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.